താങ്കൾക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ പ്രഷറും ഷുഗറും ഒക്കെ? രണ്ടും ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട്. ഒന്ന് ഡോക്ടറെ കാണണം. അടോ കൗൺസിലർ BS സൈനുദ്ദീന്റെ മെസ്സേജാണ്. നാളെ വയോമിത്രം ക്ലിനിക് ഉണ്ടെന്നാണ് മെസ്സേജ്. വലിയ ആശ്വാസമായി. ഇല്ലെങ്കിൽ പുറത്തുപോയി ഡോക്ടറെ കാണിക്കാനായിരുന്നു കരുതിയതാ. ഇനി പോകണ്ടല്ലോ, നാളെ ഇവിടെ തന്നെ കാണിക്കാമല്ലോ. എന്നെ പോലെയുള്ള പ്രായമായവർക്ക് വലിയ ആശ്വാസമാണ് ഈ വയോമിത്രം. നമ്മുടെയൊക്കെ ഷുഗറും പ്രഷറും പരിശോധിക്കാൻ പറ്റുന്നു. ഇൻസുലിനും മറ്റു മരുന്നുകളെല്ലാം സൗജന്യമായല്ലേ വയോമിത്രത്തിൽ നമുക്ക് കിട്ടുന്നത്. പാവങ്ങൾക്ക് വലിയ ഉപകാരം തന്നെയാണ് നമ്മുടെ നാട്ടിലെ വയോമിത്രം. ഇതിനൊക്കെ നന്ദി പറയേണ്ടത് നമ്മുടെ കൗൺസിലറോടാണ്. എന്റെ കുട്ടികൾക്ക് അസുഖം വന്നാൽ ഞാൻ കാണിക്കുന്നത് അണങ്കൂരിലെ ആരോഗ്യ കേന്ദ്രത്തിലാണ്. അവിടെ എല്ലാം സൗജന്യമാണ്. ഇത് നേടിത്തന്നത് പ്രദേശത്തെ മുസ്ലിം ലീഗ് പാർട്ടിയും അവിടുത്തെ കൗൺസിലറുമാണ്. നമ്മുടെ വാർഡിൽ എന്തെല്ലാം വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് കൗൺസിലർ നടത്തിയത്. 10 പേർക്കല്ലേ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വീട് വെച്ച് നൽകിയത്. ആ വീട്ടുകാർക്ക് ഈ സഹായം ജീവിതത്തിൽ മറക്കാൻ പറ്റും. എത്ര പേർക്കാണ് പുതിയ പെൻഷന് അപേക്ഷ സമർപ്പിച്ച് അത് വാങ്ങിക്കൊടുത്തത്? എല്ലാവരുടെയും പെൻഷൻ മസ്റ്ററിംഗ് കൃത്യസമയത്ത് പുതുക്കി തരാൻ കൗൺസിലർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മാത്രമല്ല മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളെല്ലാം നാട്ടുകാരെ ഫോണിലൂടെ അറിയിച്ച് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു നൽകിയില്ലേ? ആ തീരദേശ റോഡ് കോൺക്രീറ്റ് ചെയ്തത് എത്ര പേർക്കാണ് ഗുണമായത്? ആ പ്രദേശം ഒന്നടങ്കം ഇനി അങ്ങോട്ട് ഉഷാറാവും. നമ്മുടെ വാർഡിലെ എല്ലാ മേഖലകളിലും തനിക്ക് കഴിയാവുന്ന രീതിയിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയില്ലേ? നമ്മുടെ നാട്ടിലെ തെരുവ് വിളക്കുകൾ ഒരു ദിവസം മുടങ്ങാതെ കത്തിയില്ലേ? തന്റെ ജോലി തിരക്കുകൾ മാറ്റിവെച്ച് 5 വർഷം നാടിനു വേണ്ടി പ്രവർത്തിച്ച ഈ മനുഷ്യനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പാർട്ടിക്കല്ലാതെ വേറെ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? ചെയ്തില്ലെങ്കിൽ ഈ വലിയ മനുഷ്യനോടുള്ള നന്ദി കേടല്ലേ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വാർഡിലെ ജനങ്ങൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയം ഉണ്ടായേക്കാം. എന്നാലും എല്ലാം മറന്ന് BS സൈനുദ്ദീൻ എന്ന ജനകീയ കൗൺസിലർ ചെയ്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ വിദ്യാസമ്പന്നയായ ഭരണ മികവിൽ അനുഭവ സമ്പത്തുള്ള 16-ാം വാർഡിൽ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയ ഷാഹിന സലീമിന് ഏണി അടയാളത്തിൽ വോട്ട് നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. ഷാഹിന സലീം കാസർഗോഡ് നഗരസഭ 16-ാം വാർഡിൽ നിന്നും UDFന്റെ സാരഥിയായി ജനവിധി തേടുമ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഏണിയടയാളത്തിൽ നൽകി ഷാഹിന സലീമിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഉത്ബുദ്ധരായ വോട്ടർമാരോട് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു.